ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഷെമി ഷാനു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ നമ്മൾ കേരളീയർക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാനാകാത്തതും നമ്മുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതുമായ ഒരു പാനീയം അല്ലെങ്കിൽ ഡ്രിങ്ക്, അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അത് വേറൊന്നുമല്ല, ജിഞ്ചർ മിൽക്ക് ടീ. നിങ്ങളിൽ കുറേ പേർക്കൊക്കെ അതിനെക്കുറിച്ച് അറിയാമായിരിക്കും. അറിയാത്തവർക്കായിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ജിഞ്ചർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അത് നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിച്ചാൽ നമുക്ക് ഹെൽത്തി ആയിട്ട് ഭയങ്കര ഗുണമുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയാൻ നമുക്ക് ദഹന പ്രശ്നങ്ങൾക്കും ഫാറ്റ് ലോസിനും വെയിറ്റ് ലോസിനും പിന്നെ രോഗപ്രതിരോധ ശേഷിക്കും എല്ലാം ഈ ജിഞ്ചർ വളരെ ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ മുതിർന്നവർക്കും കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മളിതിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എങ്ങനെയുണ്ടെന്നുള്ള വിവരം നമുക്ക് കമൻസ് ആയിട്ടൊന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ജിഞ്ചർ ടീ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് കണ്ടിട്ട് വരാം. ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം എടുക്കുക. എന്നിട്ട് സ്റ്റവ് ഓൺ ആക്കിയിട്ട് നമുക്ക് ഇഞ്ചി ഒരു പീസ് എടുക്കാം. എന്നിട്ട് അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് അതിനുശേഷം അത് നല്ല വൃത്തിയായിട്ട് കഴുകി എടുക്കുക. എന്നിട്ട് ഇഞ്ചി നന്നായി ചതച്ച് തിളച്ച വെള്ളത്തിലേക്ക് ഇടുക. അതിനുശേഷം മിൽക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് പാല് തിളച്ച് വരുമ്പോൾ അതിലേക്ക് ചായപ്പൊടി ഇടുക. ചായപ്പൊടി ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇനിയാണ് നമ്മുടെ സീക്രട്ട് റെസിപ്പിയായ ബൂസ്റ്റ് ആഡ് ചെയ്യുന്നത്. ഇത് ആഡ് ചെയ്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ ജിഞ്ചർ മിൽക്ക് ടീ കിട്ടുന്നത്. അപ്പോൾ ഇത് നമുക്ക് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ചായ അരിച്ചെടുക്കാം. അപ്പോൾ അരിച്ചെടുത്ത ടീയിലേക്ക് നമുക്ക് ആവശ്യാനുസരണം ഷുഗർ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ടീ ഇവിടെ റെഡിയായി. അത് നമുക്ക് സെർവ് ചെയ്യാം. 2 ഗ്ലാസ് എടുത്തിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഒഴിക്കാം. ജിഞ്ചർ മിൽക്ക് ടീ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ അടിപൊളി ജിഞ്ചർ ടീ ആണ്, ഒന്നും പറയാനില്ല. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി നമ്മളെ അറിയിക്കുക.